ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ വിവഹിച്ചു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. സൃഷ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും ദൈവം വേർപിരിഞ്ഞ ജീവിതത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആദ്യ ദിവസം അവൻ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർപെടുത്തി. 2-ാം ദിവസം അവൻ വിധാനത്തിന് മുകളിലുള്ള വെള്ളവും വിധാനത്തിന് കീഴിലുള്ള വെള്ളവും തമ്മിൽ വേർപെടുത്തി അവരെ രണ്ടായി വിഭജിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവാണ് ആടിൽ നിന്ന് കുഞ്ഞാടിനെ വേർതിരിക്കുന്നവൻ, ഗോതമ്പിനെയും പതിരെയും വേർതിരിക്കുന്നവൻ. അതുപോലെ അവൻ വിശ്വാസികളെ വിശ്വസിക്കാത്തവരിൽ നിന്ന് വേർതിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ വിഗ്രഹാരാധകരുടെ കുടുംബത്തിൽ നിന്ന് അവനെ വേർപെടുത്തി. കർത്താവ് അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മെ ഈ ലോകത്തിലെ ആളുകളിൽ നിന്ന് വേർപെടുത്തുകയോ വേർതിരിക്കുകയോ ചെയ്തിരിക്കുന്നു. അത്തരം വേർപിരിയലിൽ മഹത്തായതും ശ്രേഷ്ഠവുമായ ഒരു ലക്ഷ്യമുണ്ട്. അവന്റെ സ്വന്തം ജനമായി നമ്മെ പ്രകടമാക്കുക, നമ്മെ അനുഗ്രഹിക്കുവാനും. കളകളും വിളകളും തമ്മിൽ വേർതിരിക്കാനുള്ള കാരണം എന്താണ്? അത് വിളകൾക്ക് നല്ല വളർച്ചയുണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അബ്രഹാം തന്റെ നാട്ടിൽ നിന്ന് പോയപ്പോൾ ലോത്തും അവനെ അനുഗമിച്ചു. ദൈവത്തിന്റെ ദർശനവും വിളിയും സ്വീകരിച്ച വ്യക്തിയാണ് അബ്രഹാം. എന്നാൽ ലോത്ത് വന്നതു മുതൽ അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ പരസ്പരം വേർപിരിഞ്ഞു. ലോത്ത് സോദോം ഗൊമോറ പട്ടണങ്ങൾ തെരഞ്ഞെടുത്തു. അബ്രഹാം കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. വേർപിരിയലിന്റെ ജീവിതം ആദ്യം വേദനാജനകമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ അവസാനം നിങ്ങൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. നാം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നാം നമ്മെ തന്നെ അകറ്റുകയും മുൻകാല ജീവിത രീതിയിൽ നിന്ന് വേർപെടുകയും വേണം. നമ്മുടെ പഴയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ജീവിത രീതിയും മാറ്റേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിന്റെ വരവിൽ നമ്മെ കണ്ടെത്താൻ കഴിയൂ. മണലും ഇരുമ്പിന്റെ കണികകളും അടങ്ങിയ പൊടിക്ക് മുകളിൽ നിങ്ങൾ ഒരു കാന്തം സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഇരുമ്പിന്റെ കഷ്ണങ്ങളെ അതിലേക്ക് ആകർഷിക്കുകയും മണലിന് പിന്നിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ കർത്താവിന്റെ വരവ് ഒരു വലിയ കാന്തം പോലെയായിരിക്കും. കർത്താവിന് വേണ്ടി വേർപിരിഞ്ഞ് ജീവിക്കുന്നവർ യേശുക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ മണൽ പോലെ ലൗകിക ജീവിതം നയിക്കുന്നവർ പിന്നോക്കം പോകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 3-ാം അധ്യായം 36-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 13-14 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 2-ാം അധ്യായം. ആമേൻ.